Hello. Hello. ഹേയ് ഹലോ. അപ്പോൾ നമ്മളിന്നൊരു ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. ഓണത്തിന് 5 ദിവസത്തെ ലീവേ മനുവേട്ടനുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് നാട്ടിൽ പോകണ്ട, വേറൊരു സ്ഥലത്ത് പോവാമെന്ന് 5 ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ സിറ്റി സെൻറ്റർ ദുബായിലേക്ക് പോവുകയാണ്. നല്ലൊരു സൺ സ്കൈ, നല്ലൊരു അടിപൊളി ഒരു ക്ലൈമറ്റ്, ഒരു സ്കൈ വ്യൂ ഒക്കെ നമുക്ക് കിട്ടി. പോകുന്ന വഴിക്ക് നല്ലൊരു ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിലെത്തി. ഫസ്റ്റ് നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഞാനൊരു ചിക്കനും ബോയിൽഡ് വെജിറ്റബിൾസും ഓർഡർ ചെയ്തു. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ്, അതായത് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വന്നതാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അത് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ക്യൂട്ട് സിസ്റ്റർ സോദിമോൾ വന്നു. അവൾ ഒരു സാൻഡ്വിച്ച്, പിന്നെ അതിലുണ്ടായിരുന്ന ഫ്രഞ്ച് ഫ്രൈസൊക്കെ കുഞ്ഞ് തട്ടി. അവന് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എനിക്കൊരു 2 ഡ്രസ്സൊക്കെ മേടിച്ചു. പിന്നെ സിറ്റി സെൻറ്ററിൽ പോയിട്ട് കുഞ്ഞിനുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആരെടുത്താലും അവൻ ഇരിക്കത്തില്ല, അവനിങ്ങനെ ഓടി നടക്കണം. നമ്മൾ അവൻ്റെ പുറകെ ഓടി തളർന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് ഒരു ഇത് തന്നു, ഞാനെടുത്ത കുഞ്ഞ് കുറച്ച് നേരമെങ്കിലും അടങ്ങിയിരിക്കുമെന്ന്. അങ്ങനെ ഇവനെ ഞാൻ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കുന്ന പണി എനിക്കായി. അവർ നൈസായിട്ടങ്ങ് ഒഴിവായി. പിന്നെ നമ്മൾ ബോഡി ഷോപ്പിൽ പോയിട്ട് കുറച്ച് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് മനുവേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയി. അപ്പോൾ ഇവിടെ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓഫർ നോക്കിയിട്ടല്ല മേടിച്ചത്, ഞങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി, പിന്നെ സ്മെല്ലൊക്കെ ബാലൻസ് ആവുന്ന രീതിയിലുള്ള കുറച്ച് ലോഷൻസും ബോഡി വാഷും ഒക്കെ മേടിച്ചിട്ട് അവിടുന്ന് ഇവനൊരു ട്രോളി കിട്ടിയിട്ട് ഇവൻ തള്ളിക്കൊണ്ട് കിടക്കുന്ന ആരുടെ ട്രോളിയാണോ എന്തോ. എവിടെ ചെന്നാലും ട്രോളി കണ്ടാലും അവനപ്പം അത് വേണം, തള്ളണം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ ഇവൻ്റെ ഓട്ടം കണ്ടിട്ട് ഞെട്ടി നിൽക്കുവാണ്. ഈ കുട്ടി എന്താ ഇങ്ങനെ ഇത്രയും എനർജിയോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഞെട്ടി അവർ ചിരിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മനുവേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് മനുവേട്ടന് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 300-ന് എബോവ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തോ ഒരു സ്കാൻ ചെയ്തിട്ട് ആ ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നറുക്കെടുക്കപ്പെടുന്നതിലൂടെ ഈ കാർ സ്വന്തമാക്കാമെന്ന് പറഞ്ഞിട്ട് ജെറ്റൂറിൻ്റെ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അത്